ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചാപ്പ് ആണ്. സോയ ചാപ്പ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്കിത് റെഡിമെയ്ഡായിട്ട് മേടിക്കാനും കിട്ടും. ഓൺലൈനിലൊക്കെ നമുക്ക് സോയ ചാപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും. എന്നാൽ ഇന്ന് ഞാനിവിടെ നമുക്കിത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന വലിയ തരം ചങ്ക്സ് സോയാബീനാണിത്. അത് ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പൾസസ് ആയിട്ടുള്ള ചെറിയ സോയാബീനും നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടും 1/2 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫുൾ നൈറ്റ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്ന സോയ ചങ്ക്സാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത്. 1/2 കപ്പ് വീതം ഞാൻ രണ്ടും 1/2 കപ്പിൻ്റെ അളവാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കിത് ഒട്ടും വെള്ളം വളരെ കുറച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. രണ്ടും വേറെ വേറെ ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം അധികം ഒഴിക്കരുത്. വളരെ കുറച്ച്, കഴിയുന്നത് മാക്സിമം വെള്ളം കുറച്ച് നമുക്കിത് അരച്ചെടുക്കാൻ ശ്രമിക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം ഞാനെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് കുറച്ച് മൈദ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊരു മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നമുക്കിത് കുഴച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അതിനനുസരിച്ചുള്ള ഉപ്പാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. മൈദയ്ക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ഇതിനകത്തേക്ക് ഈ സോയ നമ്മൾ അരച്ചെടുത്തിരിക്കുന്നതിനകത്തിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് കുറേശ്ശെയായി നമുക്ക് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് നമുക്കിതൊരു ഡോ പോലെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കണം. നമ്മൾ വെള്ളം കൂടുതലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈദ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒരു മാവായിട്ട് നമുക്കിതുപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഈ സൈസിലൊരു ഉരുള എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. പക്ഷേ ചപ്പാത്തിക്ക് നമ്മൾ നല്ലപോലെ കനം കുറച്ചാണ് പരത്തുന്നത്. നമുക്ക് ഒത്തിരി കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് നീളത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. അതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നീളത്തിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. രണ്ട് സൈഡും നമുക്ക് മുറിച്ച് മാറ്റാം. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിപ്പോൾ ഞാൻ ഇതൊരു 3 പീസായിട്ട് ഞാനിവിടെ മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം വലുതായിട്ട് നിങ്ങൾ പരത്തുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പീസുകൾ മുറിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക്, അതിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിൽ കൊള്ളുന്നത് പോലെ നമുക്കിതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് മുറിക്കുമ്പോൾ അല്ലെങ്കിൽ പരത്തുമ്പോൾ ഇതിൻ്റെ നീളം നമ്മുടെ ഈ സ്റ്റിക്കയിൽ കൊള്ളുന്നതിനനുസരിച്ച് വേണം നമ്മളിതിൻ്റെ നീളവും അത് മുറിച്ചെടുക്കാനും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒത്തിരി തിക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് സ്റ്റിക്കിൻ്റെ നീളം അനുസരിച്ച് വേണം നമ്മളിതുപോലെ പരത്തിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാനായിട്ട്. അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇപ്പം ഞാനിവിടെ ഇതുപോലെ 2-3 സ്റ്റിക്കേൽ ഞാനിതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന സോയ ചാപ്പ് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ഇട്ട് കൊടുത്താൽ ഉടനെ തവിയിടരുത്. ഇതുപോലെ അടച്ച് വെച്ചതിന് ശേഷം ഇതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ വെള്ളത്തിൽ ഇതുപോലെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മാത്രമേ നമ്മൾ തവിയിട്ട് ഇളക്കാമുള്ളൂ. എന്നിട്ട് ഇത് വേവായി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സോയ ചാപ്പിൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. നമ്മൾ ഇത് ഉണ്ടാക്കുന്നില്ല എന്നവരിൽ നമ്മളിത് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒരു സിപ്പ് പൗച്ചിലേക്ക് നമുക്കിത് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത്
ഫ്രീസറിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാം. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഗ്രേവിയുടെ റെസിപ്പി ഞാൻ പുറകാലെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സോയ ചാപ്പിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ.